ആദ്യജാതന്മാരുടെ ആവലാതി കുറവുകളും നിറവുകളും നമുക്കുണ്ട്. സുന്ദരമായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനുള്ള അവസരം നമുക്ക് കിട്ടി. ഒരനക്കവുമില്ല, അത് പോകേണ്ട വഴിയേ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നീ ആത്മാർത്ഥമായി ശ്രമിക്കുക. മനസ്സ വാച കർമ്മണ. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. മനസ്സ വാച കർമ്മണ. നമസ്കാരം. മനസ്സ വാച കർമ്മണയുടെ പുതുമ നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് അറിയാനും അതോടൊപ്പം ഇന്നത്തെ സംഭാഷണ പരമ്പര നയിക്കാനായിട്ട് നമുക്ക് എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ജോൺ പനക്കൽ സാറിനെ. നമസ്കാരം സാർ. നമസ്കാരം ഷിനോയ്. എന്താണ് വിശേഷം? വിശേഷങ്ങൾ അശേഷമില്ല. നേരത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച വീട്ടിലെ മൂത്ത പുത്രന്മാർക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്ന വിഷയം കൈകാര്യം ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഷിനോയി തയ്യാറാണല്ലോ? അതെ അതെ. ആദ്യജാതന്മാരുടെ ആവലാതി, അതാണ് ഇന്നത്തെ വിഷയം. വീട്ടിലെ മൂത്ത പുത്രന്മാരുടെ ബുദ്ധിമുട്ട്. കുറേ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ലേബർ ക്യാമ്പിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന 50 വയസ്സുള്ള ഒരു മധ്യവയസ്കൻ എന്നെ കാണുന്നതിന് വന്നു. അദ്ദേഹത്തിന് പ്രഷറുണ്ട്, ഷുഗറുണ്ട്, മനസ്സിന് സ്വസ്ഥതയില്ല. മനസ്സൊന്ന് തുറക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം എന്നെ സമീപിച്ചത്. ഞാനതിനുള്ള അവസരം കൊടുത്തു. ശ്രദ്ധയോടെ അദ്ദേഹത്തിൻ്റെ ചരിത്രം കേട്ടിരുന്നു. വീട്ടിലെ അച്ഛനും അമ്മയും, അമ്മ ആസ്മ രോഗിയാണ്, മിക്കവാറും ദിവസം കിടപ്പാണ്. അച്ഛന് ഒരു കൂലിപ്പണിക്കാരനാണ്, പക്ഷേ അദ്ദേഹം ഒരു തികഞ്ഞ മദ്യപാനി കൂടിയായിരുന്നു. ഇതിൽ നിന്നൊന്നും വരുമാനമൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ 6 മക്കളാണ് അവർ, 3 ആണും 3 പെണ്ണും. മൂത്ത ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് 2 അനുജന്മാരും 3 സഹോദരിമാരും. 10ാം ക്ലാസ് വരെ ഈ മനുഷ്യൻ പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അനിയന്മാരൊക്കെ പഠിച്ച് കയറി വരികയാണ്. അനിയത്തിമാരും വീടിൻ്റെ താളം തെറ്റി.
മിക്കവാറും ദിവസവും താളം തെറ്റാറുണ്ട് വീട്ടിൽ. ഈ മദ്യപാനിയായ പിതാവ് വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് നിശ്ചയിച്ചു? പഠിത്തം മുടക്കി. 10ാം ക്ലാസ് ജയിച്ചില്ല, തോറ്റുപോയി. പിന്നെ പോയില്ല പരീക്ഷ എഴുതാൻ. അവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ഒരു ചുമട്ട് തൊഴിലാളിയായിട്ട് ഇദ്ദേഹം ജോലി ചെയ്തു. അങ്ങനെ ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ സാവകാശത്തിൽ നടത്തി വരുമ്പോഴാണ് ഗൾഫിൽ വരുന്നതിനുള്ള ഒരു ചാൻസ് കിട്ടിയത്. ഒരു സെക്യൂരിറ്റി ആയിട്ട്. തുച്ഛമായ ശമ്പളമാണല്ലോ അങ്ങനെയുള്ളവർക്കുള്ളത്. അദ്ദേഹം ഇവിടെ വന്ന് ജോലി ചെയ്ത് കിട്ടാവുന്ന പണമെല്ലാം സംഭരിച്ച് വലിയ ചിലവൊന്നുമില്ലാതെ ക്യാമ്പിൽ തന്നെ താമസമാണ്. ഭക്ഷണം വളരെ മിതമായിട്ട് അദ്ദേഹം കഴിക്കുള്ളായിരുന്നു. മറ്റു ദുസ്വഭാവങ്ങളൊന്നുമില്ല. കിട്ടുന്ന കാശ് മുഴുവൻ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ഈ അനിയന്മാരൊക്കെ പഠിച്ചു. വിവാഹം കഴിക്കാൻ മറന്നുപോയി. 38ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. അതിനു മുമ്പ് അനിയന്മാരെല്ലാം പഠിച്ചു. അവരെല്ലാം ഓരോ നിലയിലായി. അവർ വിവാഹം കഴിച്ചു. 3 അനിയത്തിമാരെയും വിവാഹം കഴിപ്പിച്ചു. എല്ലാം കഴിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ സ്വസ്ഥമായി. 38 വയസ്സായി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുന്നത്. എടാ, ഞാൻ ഒറ്റയ്ക്കായിപ്പോയല്ലോ, ആരുമില്ലല്ലോ എന്നുള്ളത്. വിവാഹം കഴിച്ചു കളയാമെന്ന് വിചാരിച്ച് വിവാഹം കഴിച്ചു. 2 കുട്ടികളുമുണ്ട് അദ്ദേഹത്തിന്. ഇപ്പോൾ 50 വയസ്സായി. അച്ഛൻ മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ വില്ലെഴുതി വെച്ചു. അവർ താമസിക്കുന്ന പറമ്പ് അത് അച്ഛൻ്റെ വകയാണ്. അവിടെ ഒരു വീട് വെച്ചു. അത് ഈ മനുഷ്യൻ ഇവിടുന്ന് അധ്വാനിച്ച് ഉണ്ടാക്കിയ കാശ് കൊണ്ടാണ് അവിടെ വീട് വെച്ചത്. അപ്പം നാച്ചുറലി ആ വീടെങ്കിലും ഇയാൾക്ക് കിട്ടുമെന്ന് ഇദ്ദേഹം പ്രതീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് എന്ത് ചെയ്തു? അത് ഇളയ മകൻ എഴുതി കൊടുത്തു. കാരണം മൂത്ത മകൻ ഗൾഫിലല്ലേ, മറ്റവരാരും ഗൾഫിലല്ല, നാട്ടിലാണ് ജോലി. അപ്പോൾ ഗൾഫുകാരന് കാശ് കാണും. അങ്ങനൊരു അസംഷൻ ഉണ്ടല്ലോ നമ്മുടെ ഇടയിൽ. ഗോൾഫാണോ അവൻ്റെ കാശ്, പൂത്ത കാശ് കാണും എന്നുള്ളതാണ്. ഇയാളുടെ ഒന്നുമില്ല. ഉള്ളതെല്ലാം വീടിന് വേണ്ടി ചെലവഴിച്ചു. ആ വീടും പറമ്പും അയാളുടെ അച്ഛൻ ഇളയ മകൻ എഴുതി വെച്ചു. 50 വയസ്സായപ്പോൾ അയാളുടെ ഭാര്യയും മക്കളും ആ വീട്ടിലാണ് താമസം. ഇളയ മകൻ പറഞ്ഞു അവരിറങ്ങണമെന്ന് പറഞ്ഞു. ഇവിടെ താമസിക്കാൻ ഒക്കുകയല്ല എന്ന് പറഞ്ഞു. അവരെ കൊണ്ടുവന്ന് ഒരു വാടക വീട്ടിലാക്കി. വാടക കൊടുത്തുകൊണ്ടിരിക്കുക. എപ്പോഴും ഈ മനുഷ്യൻ്റെ മനസ്സിൽ ഭയങ്കര പ്രയാസം. ഇതാരോടെങ്കിലും ഒന്ന് പറയണം അദ്ദേഹത്തിന്. നാട്ടിൽ അവധിക്കൊന്നും അങ്ങനെ പോകാറില്ല. കാരണം ഇവിടെ കടം കയറി കിടക്കുക. പലരോടും കാശ് ഇരന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. അതൊക്കെ വീട്ടാതെ പാനൊക്കുമോ? ഷിനോയ് വാസ്തവത്തിൽ ഈ ഗൾഫിൽ പ്രദേശത്ത് ജോലി ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ 90% പേരുടെയും കഥയാണ് ഈ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിലൂടെ എന്നോട് പറഞ്ഞു കേൾപ്പിച്ചത്. നീക്കി ബാക്കിയുള്ളവർ ആരുമില്ല. സമ്പാദിച്ചത് മുഴുവൻ കുടുംബത്തിന് വേണ്ടിയായിരുന്നു. അവരെല്ലാവരും നിലയിലെത്തിയപ്പോൾ നമ്മളെ തള്ളി പറയുന്ന ആളുകളാണ്. സ്വന്തം അച്ഛനും സ്വന്തം അമ്മയും സ്വന്തം സഹോദരങ്ങളും. ഒരു ആദ്യജാതന അദ്ദേഹം. ആ വീട്ടിലെ ആദ്യത്തെ മോനാണ്. ആ മോൻ്റെ ആവലാതി കേട്ടോ. എന്താണ് ഷിനോയ്ക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അല്ല, ഞാൻ ഇത് കുറേ കേട്ടിട്ടുണ്ട്, കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. വീട്ടിന് വേണ്ടി അധ്വാനിക്കുന്ന മക്കൾ പലപ്പോഴും ലാസ്റ്റിൽ പുറത്തേക്ക് പോകും. വീടിന് വേണ്ടി ഒന്നും ചെയ്യാത്ത മക്കൾ അകത്തുമാകും. അതെന്തുകൊണ്ടാണ് സാർ സംഭവിക്കുന്നത്? അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കാൻ വകയുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ഈ കാളവണ്ടിയിൽ ചരക്ക് കയറ്റി ചങ്ങനാശ്ശേരി കമ്പോളത്തിൽ കൊണ്ടുപോകുന്ന കാളവണ്ടിക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വൈകിട്ട് ഇവിടുന്ന് ചരക്കെല്ലാം അവരുടെ കാളവണ്ടിയെ കയറ്റും. എൻ്റെ ചെറുപ്പത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്.
എന്നിട്ട് കാളയെ ഒരുക്കി വണ്ടിയെ കെട്ടി യാത്ര തുടങ്ങും. അടുത്ത കള്ള് ഷാപ്പിൻ്റെ മുമ്പിലോ വല്ലതും ചെല്ലുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അല്പം കഴിച്ചെന്നിരിക്കും. രാത്രി ഒറ്റയ്ക്ക് പോകേണ്ടതല്ലേ കാളയെ കൊണ്ട്. എന്നിട്ട് ഇദ്ദേഹം ഈ കാളവണ്ടിയിൽ കിടന്നങ്ങ് ഉറങ്ങും. MC റോഡിൽ കൂടെ പോകുന്നത്. അപ്പോൾ കാളയ്ക്ക് വഴി തിട്ടമായിട്ടറിയാം. ഇയാൾ ഉറങ്ങിയാലും ഇയാൾ എന്ത് ഉപദ്രവിച്ചാലും ശരി കാളയ്ക്കൊരു അനക്കവുമില്ല. അത് പോകേണ്ട വഴി കൂടെ, വണ്ടിക്കാളയല്ലേ, പോകേണ്ട വഴി കൂടെ ലോയലായിട്ട് അങ്ങ് പോവും. നേരം വെളുക്കുമ്പോൾ ചങ്ങനാശ്ശേരി കമ്പോളത്തിൽ കൊണ്ട് നിർത്തും. നിർത്തി കഴിയുമ്പോൾ ഇദ്ദേഹം ഉണർന്ന് കുട്ടപ്പനായി വെളി വന്നിട്ട്, കാളവണ്ടിക്കാരൻ വന്നിട്ട് ഈ കാളയൊക്കെ മാറ്റി നിർത്തി അതിനെന്തെങ്കിലുമൊക്കെ പുല്ലോ മറ്റതും ഇട്ട് കൊടുക്കും. സംതൃപ്തിയോടെ ആ കാള ആ പുല്ല് തിന്നും. സംതൃപ്തിയോടെ രാത്രി മുഴുവൻ സ്പീഡിൽ പോ, അല്ലെങ്കിൽ അങ്ങനെ പോയി ഇങ്ങനെ പോകുന്നുള്ള ആക്രോശവും മർദ്ദനവും ഒക്കെ ഏറ്റാലും ശരി ഒരനക്കവുമില്ല. അത് പോകേണ്ട വഴിയേ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. അതിന് വഴി തെറ്റാറില്ല. ചിലപ്പോൾ വണ്ടിയുടെ ഉടമസ്ഥൻ ദീർഘ നിദ്രയിലായിരിക്കും, നല്ല ഉറക്കത്തിലായിരിക്കും. വഴി തെറ്റാറില്ല കാളയ്ക്ക്. കാള പോകേണ്ട വഴിയേ തന്നെ പോകും. എന്നിട്ട് ഷിനോയി, എൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്ന ആ കാളയിലുള്ള സംതൃപ്തിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ആ ചങ്ങനാശ്ശേരി കമ്പോളത്തിൽ ചെല്ലുമ്പോൾ ഈ കാളയ്ക്കൊരു സംതൃപ്തിയുണ്ട്. ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു എന്നുള്ളത്. ഈ ആദ്യജാതന്മാർക്ക് ഈ സംതൃപ്തിയാണ് ഉണ്ടാകേണ്ടത്. ഈ സംതൃപ്തി തരാൻ വെളിയിൽ നിന്ന് വേറൊരാൾ മെനക്കെടാറില്ല. അതാ ഷിനോയി ചോദിച്ചതിൻ്റെ ഉത്തരം. നമ്മുടെ ജീവിതത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ തലയിൽ നമ്മൾ അറിയാതെ വന്ന് വീഴും. ആ ഉത്തരവാദിത്തങ്ങളെ ഭംഗിയായി നമുക്കറിയാവുന്ന രീതിയിൽ നിർവഹിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും ഷിനോയി. ആ സംതൃപ്തിയാണ് പിൻതലമുറയ്ക്ക് അനുഗ്രഹമായി വരുന്നത് എന്നുള്ളതിന് ഒരു പക്ഷവും രണ്ട് പക്ഷമല്ല. വേറൊരു പെൺകുട്ടി എനിക്ക് കാണാനിടയായി. ഒരു വീട്ടിലെ മൂത്ത പെൺകുട്ടി. ഇളയത്തുങ്ങൾ ഒത്തിരി ഉണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം കൂടെ 4-5 എണ്ണം ഉണ്ട്. ഇവരാണ് മൂത്തത്. ഈ മൂത്ത പെൺകുട്ടിയെ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല. അവള് പഠിക്കാൻ പിടിക്കുക, പക്ഷെ അവളോട് ഇഷ്ടമല്ല, അവളോട് സംസാരിക്കത്തില്ല. അച്ഛനും അമ്മയും ഇഷ്ടം താഴെയുള്ളവരോടൊക്കെയാണ്. ഈ പെൺകുട്ടി മടുത്തു. അവൾ ഒരുപാട് ശ്രമിച്ചു നോക്കി അവളുടെ മാതാപിതാക്കളുമായി ഒരു ആശയവിനിമയ ബന്ധം സൃഷ്ടിക്കുന്നതിന്. എന്തുകൊണ്ടോ അവരടുക്കുന്നില്ല. അമ്മയ്ക്ക് എപ്പോഴും ദേഷ്യമായി മോളോട്. അച്ഛനാണെങ്കിൽ കൂടുതൽ സംസാരിക്കത്തുമില്ല. അവളെന്ത് ചെയ്തു? വെളിയിലേക്ക് കൂട്ടുകാരെ ഉണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങി. അപ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് വന്നു. ആ ആളുടെ കൂടെ കൂടരുത്, ഇയാളുടെ കൂടെ കൂടരുത്, ഇയാളോട് സംസാരിക്കരുത്, അയാളോട് സംസാരിക്കരുത് എന്നിങ്ങനെ. ആ കുട്ടിയും എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വന്നു. സാറേ, എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നാണ് തോന്നുന്നത്. ഞാനെന്തിനാണ് എന്ന് ജീവിക്കുന്നത്? ഞാൻ ആ കുഞ്ഞിനോടൊരു ചോദ്യം ചോദിച്ചു. ഒന്ന്, സുന്ദരമായ ഈ ലോകത്തിൽ ജീവിക്കുന്നതിനുള്ളൊരവസരം നിനക്ക് കിട്ടി. നീ തന്നെയാണ് നിന്റെ സ്വർഗവും നരകവും പണിയുന്നത്. നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ. എനിക്ക് ചുറ്റും സ്വർഗമുണ്ടാക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം. എനിക്ക് ചുറ്റും നരകമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിയും ഞാനാണ്. അതിന് മറ്റൊരാളിനെ പഴിചാരിയുണ്ട് കാര്യമല്ല. കുഞ്ഞെ, നിനക്ക് ജീവിതത്തിൽ ആരാവണമെന്നൊരു ലക്ഷ്യബോധമുണ്ടോ? ഇല്ല സാറേ. നീ ആരാവണമെന്നൊരു ലക്ഷ്യബോധം നിന്നിലുണ്ടാക്കുക. ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നീ ആത്മാർത്ഥമായി ശ്രമിക്കുക. ആ ലക്ഷ്യത്തിൽ എത്തുന്നു എന്ന് നീ സ്വപ്നം കാണുക. അങ്ങനെ വരുമ്പോൾ നിൻ്റെ ജീവിതത്തിനൊരർത്ഥമുണ്ടാകും. ആര് സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും ശരി, ആര് കരുതിയാലും കരുതിയില്ലെങ്കിലും ശരി, ആര് വാത്സല്യം പ്രകടിപ്പിച്ചാലും ഇല്ലെങ്കിലും ശരി, ആരെ നോക്കിയാലും ശരി, എന്നെ നോക്കുന്നില്ല എങ്കിൽ തന്നെയും എനിക്ക് ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപ്രാപ്തിയെ ഞാൻ സ്വപ്നം കാണുന്നു. 5 വർഷം കഴിയുമ്പോൾ ഞാൻ ഇന്ന കോളേജിൽ പഠിക്കും. 10 വർഷം കഴിയുമ്പോൾ ഞാൻ ഇന്ന ഓഫീസിൽ ഇന്ന ജോലിയിലായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത്
ജീവിതത്തെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുമാരിയോ കുമാരനോ ഉണ്ട് എങ്കിൽ അവന് ഈ വക പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ല. പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നമ്മുടെ തന്നെ കുറവുകൾ, നമ്മുടെ തന്നെ നിറവുകളെ കൊണ്ട് നികത്തണം. നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതില്ലാത്തവരാരുമില്ല. എല്ലാവരും പോസിറ്റിവിറ്റി കൊണ്ട് നിറഞ്ഞു നടക്കുകയാണോ? അല്ല, നമുക്ക് നെഗറ്റിവിറ്റിയൊക്കെ ഉണ്ട്. കുറവുകളും നിറവുകളും നമുക്കുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ നിറഞ്ഞവരായിരിക്കും, ചില കാര്യങ്ങളിലൊക്കെ കുറവുള്ളവരായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമ്മുടെ നിറവ് കൊണ്ട് നാം തന്നെ നികത്താൻ ശ്രമിക്കുമ്പോൾ ആ ജീവിതമാണ് ലക്ഷ്യബോധമുള്ളതായി തീരുന്നത്. അതുകൊണ്ട് നമ്മളെ കേൾക്കുന്ന ആദ്യജാതന്മാരായ വീടിന് വേണ്ടി സർവവും ബലി കഴിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആരാലും ഗൗനിക്കപ്പെടാതെ, ഈവൻ നാട്ടുകാരാൽ പോലും ഗൗനിക്കപ്പെടാതെ കഴിയേണ്ട ഒരു ഗതികേടിൽ എത്തിയിരിക്കുന്ന ആദ്യജാതന്മാരോട് എനിക്ക് പറയാനുള്ളത്, ലക്ഷ്യബോധത്തോടെ ജീവിക്കുക. നിങ്ങളുടെ കുറവുകളെ നിങ്ങളുടെ നിറവുകൾ കൊണ്ട് നികത്തി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക എന്നുള്ള സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു നായ്ക്കുട്ടി, ആ നായ്ക്കുട്ടിയുടെ യജമാനന് ഓരോ കാര്യങ്ങൾ സാധിക്കുന്നത് എങ്ങനെയാണ്? ഓരോ കാര്യവും ഓർഡർ ചെയ്യുമ്പോൾ ഈ നായ്ക്കുട്ടി അനുസരിച്ച് അതൊക്കെ ആ കാര്യങ്ങൾ ചെയ്യും. ചിലരോട് പറയും, ചില നായ്ക്കുട്ടികളോട് പറയും, എടാ ആ ഗേറ്റിൻ്റെ അവിടെ പോയിരിക്കും. ചിലപ്പോൾ പറയും, നീ ആ സാധനം എടുത്തുകൊണ്ട് വരാം, മലയാളത്തിൽ പറഞ്ഞാൽ മതി. അതനുസരിക്കുന്ന നായ്ക്കുട്ടികളുണ്ട്. എന്തിനാണ് ഈ നായ്ക്കുട്ടി ഇത് ചെയ്യുന്നത്? അതിൻ്റെ യജമാനൻ്റെ കയ്യിൽ നിന്ന് ആ പണി ചെയ്ത് കഴിയുമ്പോൾ ഒരു ബിസ്ക്കറ്റ് കിട്ടും. ഒരു ബിസ്ക്കറ്റ് കഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ആർത്തിയോടെ യജമാനൻ്റെ വാക്കുകളെ അനുസരിക്കുന്ന ഒരു നായ്ക്കുട്ടിയായിരിക്കാം ഒരു പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ. പക്ഷേ അവിടെയും ഒരു സംതൃപ്തി വണ്ടിക്കാളകളെപ്പോലെ നമുക്കുണ്ടാക്കാൻ നമ്മൾ പഠിക്കണം. ഓവർ ടു യു ഷിനോയ്. താങ്ക് യു സാർ. ജീവിത ബന്ധങ്ങളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിതം ഹോമിക്കുന്ന കുടുംബാംഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് സാർ നമ്മളോട് സംസാരിച്ചത്. നമുക്കെല്ലാവരും പൂർണ്ണരല്ല, നമുക്ക് കുറവുകളുണ്ട്. ആ കുറവുകൾ നമ്മുടെ നിറവുകൾ കൊണ്ട് നികത്തി മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് പരിശ്രമിക്കാം. മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ഷിനോയ് വിളിക്കാൻ. മനസ്സ വാച